ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ എല്ലാവരും അപ്കമിങ് CMA ഇന്റർ ജൂൺ 2024 എക്സാമിൻ്റെ ഹെവി പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ? സോ ഇതിനോടകം തന്നെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് ഓർ റിവിഷൻ ടെസ്റ്റ് പേപ്പേഴ്സ്, നിങ്ങളുടെ ടെക്സ്റ്റിലത്തെ കാര്യങ്ങൾ, ഈവൻ നോട്ട്സ്, ഇതെല്ലാം റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തിരക്കിലായിരിക്കും. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്, അതിൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ ഭാഗം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെനാരിയോ ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഓവർവ്യൂ ഒന്നുമില്ല. ഏതൊക്കെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളത് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കും. അപ്പൊ നമുക്ക് ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ തന്നെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ ഭാഗങ്ങൾ വേഗം നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, സോ നമുക്ക് എപ്പോഴും ആദ്യം MCQ ആയിരിക്കും. പിന്നെ MCQയിലെ ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് ബാക്കിലുള്ള MCQs ആൻഡ് നമ്മൾ സ്കാനേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്താൽ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള വകുപ്പ് അതും തന്നെ നമുക്ക് കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് എ കറക്റ്റ് ഓപ്ഷൻ ആൻഡ് വൺ മോർ തിങ്, ഒരു MCQ കറക്റ്റ് ആകുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മാർക്ക് 2 മാർക്കാണ് വിത്ത് നോ നെഗറ്റീവ് മാർക്കിംഗ്. റീസൺ പോലും എഴുതേണ്ട ആവശ്യമില്ല. സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് MCQs. 30 മാർക്കാണ് MCQ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന് മാത്രമല്ല, എക്സ്ക്ലൂസീവ്ലി ഓഡിറ്റിംഗും ചേർത്തിട്ടാണ് ഈ പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫ്രീ റിസർവ്? താഴെ പറയുന്നതിൽ ഏതാണ് ഫ്രീ റിസർവ് അല്ലാത്തത്? ജനറൽ റിസർവ്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ്, റീവാലുവേഷൻ റിസർവ്, റവന്യൂ റിസർവ്. നമ്മൾ ഓൾറെഡി ഇത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലെ? നമ്മൾ റിഡംഷൻ ചെയ്യുന്ന സമയത്തും ഓർ വാട്ട് എവർ ഇറ്റ് ഇസ്, ബോണസ് ഇഷ്യൂസ് കൊടുക്കുമ്പോഴും ഓർ ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് എസ്പെഷ്യലി ഈ പറയുന്ന റിസർവ് നമ്മൾ എടുത്ത് റിഡംഷൻ ചെയ്യാൻ പറ്റില്ല. അതേതാണ്? ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ് ആണ്. ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ് ഇസ് നോട്ട് എ ഫ്രീ റിസർവ് കമ്പയർഡ് ടു ഓൾ ദ അതർ റിസർവ്സ്. Okay, now the next question. Second one, installment of principal amount of long term loan payable within next 12 months is shown under balance sheet of a company under the heading. ഇതാ ചോദ്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 12 മാസത്തിനുള്ളിൽ നമുക്ക് അടച്ചു തീർക്കേണ്ട ബാലൻസ് ഷീറ്റിൽ ഏത് ഹെഡിങ്ങിന്റെ താഴെ ആയിരിക്കും നമ്മൾ കാണിക്കുക? 12 മാസത്തിനുള്ളിൽ അടച്ചു തീർക്കേണ്ട പ്രിൻസിപ്പൽ എമൗണ്ട് സ്വാഭാവികമായിട്ടും അത് കറണ്ട് ലയബിലിറ്റി ആണ് അല്ലെ? 12 month ഡ്യൂറേഷനെ നമുക്കുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഷോർട്ട് ടൈം ആണ്. 1 വർഷത്തിനപ്പുറവും നമുക്ക് സമയമുണ്ട് അടച്ചു തീർക്കാൻ എന്നുണ്ടെങ്കിൽ അത് ലോങ് ടേം ലയബിലിറ്റി ആണ്. 12 മാസത്തിന്റെ താഴെ സമയമുള്ളൂ എന്ന് പറയുമ്പോൾ അതിന് പിന്നെ അവിടെ വേറൊരു ഓപ്ഷന്റെ ആവശ്യമില്ല. ആൻസർ കറണ്ട് ലയബിലിറ്റി ആണ്. ഓപ്ഷൻസ് വായിക്കേണ്ട ആവശ്യം പോലും ഇല്ല നമുക്ക് അല്ലെ? ഇനി മൂന്നാമത്തെ, depreciation is added back to profit when arriving at the cash flow from operating activity as. ചോദ്യത്തിന്റെ അർത്ഥം ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഒന്നും അല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് തന്നെയാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി നമ്മൾ ചെയ്യുമ്പോൾ ഡിപ്രീസിയേഷനെ ആഡ് ബാക്ക് ചെയ്യുന്നത്? എന്തുകൊണ്ടായിരിക്കും? ഓപ്ഷൻസ് ഒന്ന് വായിക്കാതെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഡിപ്രീസിയേഷൻ എന്തുകൊണ്ടാണ് ആഡ് ചെയ്യണത്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ക്യാഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് 2 മെത്തേഡിൽ ചെയ്യാം. ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യാം, ഇൻഡയറക്റ്റ് മെത്തേഡിലും ചെയ്യാം. ഇൻഡയറക്റ്റ് മെത്തേഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡിപ്രീസിയേഷൻ ആഡ് ചെയ്യാനുള്ള കാരണം അതൊരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. ക്യാഷ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, പക്ഷേ അതൊരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. സോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ ക്യാഷ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി. ആൻഡ് മാത്രമല്ല നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവുക ക്യാഷ് ആയിട്ടുള്ള കാര്യങ്ങളും നോൺ ക്യാഷ് ആയിട്ടുള്ള കാര്യങ്ങളും ആഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് P&L അക്കൗണ്ടിൽ നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവുക. അങ്ങനത്തെ സാഹചര്യത്തിൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് ഈ ഡിപ്രീസിയേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് എ നോൺ ക്യാഷ് എക്സ്പെൻഡിച്ചർ. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ, ഇനി അടുത്തത് നാലാമത്തെ ചോദ്യം, റേറ്റ് ഓഫ് പ്രൊവിഷൻ ഓൺ അഡ്വാൻസസ് ഡൗട്ട്ഫുൾ ഫോർ മോർ ദാൻ 3 years. ഇത് ഏത് ചാപ്റ്ററത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരണം. ബാങ്കിങ് കമ്പനി അല്ലെ? നമ്മൾ അഡ്വാൻസ് കൊടുക്കണു, ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ലോൺ കൊടുക്കണു. അങ്ങനെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യം ലോൺ കൊടുത്തതിന് 3 വർഷത്തിനപ്പുറമായിട്ടും അതിൽ നിന്നും ഒരു കാര്യവും നമുക്ക് കിട്ടുന്നില്ല. ഇറ്റ് ഇസ് സ്റ്റിൽ ഡൗട്ട്ഫുൾ എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ എത്ര പ്രൊവിഷൻ മാറ്റി വെക്കണം? ഓബ്വിയസ്ലി 100%. അപ്പൊ ആൻസർ നമുക്ക് 100%. Now അടുത്തത് ഫിഫ്ത് വൺ, if the net profit earned during the year is 50,000 and the bills receivable have decreased by 10,000 during the year, then the cash flow from operating activity will be equal to. ചോദ്യത്തിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കുക. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ മൈൻഡിൽ വരണം.
നമ്മൾ തുടങ്ങുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ടാ തുടങ്ങുക അല്ലെ. ബിൽ റിസീവബിൾ കുറഞ്ഞു എന്നാ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ബിൽ റിസീവബിൾ പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ആൻ അസെറ്റ്. അസെറ്റ് കുറഞ്ഞു. ഞാൻ ടെക്നിക്കൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? എന്താ പറഞ്ഞു തന്നിട്ടുള്ളത്? അതായത് നല്ലത് എല്ലാം ഉൾട്ടയായിരിക്കും അല്ലെ. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ നല്ലതല്ലാത്തതെല്ലാം ആഡ് ചെയ്യുന്നു, നല്ലതാണെന്ന് പറയണൊക്കെ മൈനസ് ചെയ്യുന്നു. പിന്നെ അതിന് പിന്നിലുള്ള ലോജിക് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ടെക്നിക്ക് മാത്രമല്ല അല്ലെ. എന്തുകൊണ്ടാണ് ഇതിനെ ആഡ് ചെയ്യണത്? സോ ആഡ് ആണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ആഡ് ചെയ്യേണ്ടത്? ബിക്കോസ് ബിൽ റിസീവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരാൾ, അതായത് കമ്പനിക്ക് ഒരാളിൽ നിന്നും ക്യാഷ് കിട്ടാനുണ്ട്. അവരുടെ പേരിൽ ബില്ല് ഡ്രോ ചെയ്തു. ആ 10,000 അത് ഒരുപാട് ആൾക്കാരുടെ നിന്ന് കിട്ടാനുണ്ടാവും. ചിലപ്പോ 80,000 ആയിരിക്കാം, 1,00,000 ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അതിലൊരു 10,000 രൂപ കുറഞ്ഞു പറഞ്ഞാൽ ഏതോ ഒരാള്, ഏതോ ഒരു വ്യക്തി ആ ബില്ല് നമുക്ക് സെറ്റിൽ ചെയ്തു എന്നല്ലേ അർത്ഥം. അപ്പൊ നമുക്ക് ഉള്ളിലോട്ട് ക്യാഷ് വരുന്നു എന്നല്ലേ അർത്ഥം. ഉള്ളിലോട്ട് ക്യാഷ് വരുന്നതുകൊണ്ടാണ് അതിനെ ആഡ് ചെയ്യണത്. പക്ഷെ പെട്ടെന്ന് എക്സാമിന് ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. സോ പെട്ടെന്നൊന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് പറഞ്ഞു തന്നത്? ആ ഒരു ടെക്നിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. സോ നല്ലതല്ലാത്തതെല്ലാം ആഡ് ചെയ്യുന്നു, നല്ലതാണെന്ന് പറയണൊക്കെ മൈനസ് ചെയ്യുന്നു. സോ ഇവിടെയും നമ്മൾ 50,000 പ്ലസ് 10,000 ആൻസർ എന്തായിരിക്കും കിട്ടുക? 60,000. സോ ആൻസർ ഓപ്ഷൻ ഡി. ദാറ്റ്സ് ഓൾ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ 6, 7, 8 എല്ലാമേ ഓഡിറ്റിംഗിന്റെ ഭാഗമാണ്. സോ ഇതൊന്ന് മനസ്സിലാവേണ്ടത് കൂടുതലും ഓഡിറ്റിംഗ് എന്നാണ് MCQ വന്നിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാം നമുക്ക് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ആകെ അപ്പോ 5 ക്വസ്റ്റ്യനേ വന്നിട്ടുള്ളൂ. ഓക്കെ, സോ ഇതുവരെ ചെയ്തതിൽ എല്ലാമേ നമുക്ക് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഈസി ആയിട്ട് കിട്ടുന്നതാണ് വന്നിരിക്കുന്നത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ലോങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വേഗം ഒന്ന് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്ത് പോവാം. ഒരുപാട് അങ്ങനെ ഡീറ്റെയിൽ ഓവർവ്യൂ വേണ്ട. വേഗം ഒന്ന് ഡിസ്കസ് ചെയ്ത് ഏതൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് നോക്കാം. ഓക്കെ സ്റ്റുഡൻസ്, അപ്പൊ നമ്മൾ സെക്ഷൻ ബി നോക്കുകയാണ്. ഇതിൽ കണ്ടാൽ തന്നെ അറിയാം ആൻസർ ഇനി 5 questions out of 7 questions given. 7 എണ്ണത്തിൽ 5 എണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. ഓരോ ക്വസ്റ്റ്യനും ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 14 മാർക്കാണ് കേട്ടല്ലോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു സീരിയസ്നെസ് നമുക്ക് ഉണ്ടാവണം കേട്ടോ. ആൻഡ് സെക്കൻഡ് എ, പ്രിപ്പയർ ജേർണൽ എൻട്രി ഫോർ ദ ഫോളോയിങ്. ക്വസ്റ്റ്യന്റെ ഒരു ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ ജേർണലാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അതും ഷെയർ എന്നാണ് വന്നിരിക്കുന്നത്. PK ലിമിറ്റഡ് ഫോർഫീറ്റഡ് 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each for non-payment of first call of ₹2 and final call of ₹3. These shares were reissued at a discount of ₹3.50 per share. ഇതറിയാലോ. ഫോർ ഫീച്ചറിന്റെ എൻട്രി മാത്രം എഴുതിയാൽ മതി, ഫുൾ ആയിട്ടുള്ള എൻട്രി ഒന്നും എഴുതണ്ട. അപ്പൊ നമുക്ക് 10,000 ഇക്വിറ്റി ഷെയർ ആണ് ക്യാൻസൽ ചെയ്യണത്. ക്യാൻസൽ ചെയ്യുമ്പോൾ ഷെയർ ക്യാപിറ്റലിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഒരു ഷെയറിന്റെ വില 10 രൂപ. എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്തു? ഫസ്റ്റ് കോളും കിട്ടിയില്ല, ഫൈനൽ കോളും കിട്ടിയില്ല. ഫസ്റ്റ് കോളിന്റെ വില 2 രൂപ, ഫൈനൽ കോളിന്റെ വില 3 രൂപ. അപ്പോ 10 രൂപ വരെ വിളിച്ചു എന്ന് ഇതെന്ന് മനസ്സിലായി അല്ലെ. 10ഉം വിളിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതിൽ 5 രൂപ കിട്ടിയില്ല. അപ്പൊ ബാക്കി എന്ത് കിട്ടിയിട്ടുണ്ടാവും? 5 കിട്ടിയിട്ടുണ്ടാവും, സ്വാഭാവികം. അപ്പൊ ഇതിന് എഴുതുകയാണെങ്കിൽ തൽക്കാലത്തേക്ക് എങ്ങനെ ഇത്തരാം നോക്കിക്കോളൂ. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഞാൻ വളരെ ഷോർട്ട് ആയിട്ട് എഴുതുകയാണ്. നിങ്ങൾ നീറ്റ് ആയിട്ട് ഫോർമാറ്റ് ഒക്കെ വരച്ച് അതിനൊക്കെ ഇറ്റ് കൗണ്ട്സ്. ഫോർമാറ്റ് വരച്ചാൽ മാർക്ക് കിട്ടും എന്ന് ഞാൻ പറയുന്നില്ല, ബിക്കോസ് ദിസ് ഇസ് എ വെരി പ്രൊഫഷണൽ കോഴ്സ്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മാർക്ക് കുറയാൻ അതൊരു കാരണമാവും. ക്ലിയർ ആവുണ്ടോ? അപ്പൊ നീറ്റ് ആയിട്ട് ഹെഡിങ് ഒക്കെ കൊടുത്ത് ഡേറ്റ്, പർട്ടിക്കുലർ, LF കോളം, ഡെബിറ്റ്, ക്രെഡിറ്റ് എന്നൊന്നും എഴുതാൻ മറക്കരുത്. ക്ലിയർ ആവുണ്ടോ? അപ്പൊ ഇതൊരു ഡിസ്കഷൻ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് മൊത്തം 10,000 ഷെയർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യാൻസൽ ചെയ്യുന്നത്. മൊത്തം 10 രൂപ വരെ വിളിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും 1 lakh ആണ്. സോ അതില് കിട്ടിയത് 5 രൂപയാണ്. സോ കിട്ടിയതിനെയാണ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത്. ടു ഷെയർ ഫോർഫീറ്റഡ് 10,000 into 5 rupee നമുക്ക് കിട്ടി. സോ 50,000 നമുക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടാത്തതിനെ നമ്മൾ ക്യാൻസൽ ചെയ്യണു. കിട്ടാത്തതിനെ നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടില്ല? ഫസ്റ്റ് കോളും കിട്ടിയിട്ടില്ല, പിന്നെ എന്തും കിട്ടിയിട്ടില്ല? ഫൈനൽ കോളും കിട്ടിയിട്ടില്ല. അപ്പൊ ടു ഷെയർ ഫസ്റ്റ് കോൾ, ടു ഷെയർ ഫൈനൽ കോൾ എന്ന് എഴുതാം. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ കോൾസ് ഇൻ എരിയർ എന്ന് എഴുതാം. ഇതൊരു വലിയ പ്രോബ്ലം അല്ല. നമ്മൾ കോൾസ് ഇൻ എരിയർ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വശം ഉണ്ടാവില്ല. അപ്പൊ ഇറ്റ് ഇസ് ഓൾവേസ് അഡ്വൈസബിൾ ടു ഷെയർ ഫസ്റ്റ് കോൾ, ടു ഷെയർ ഫൈനൽ കോൾ എന്ന് എഴുതുന്നത് കുറച്ചുകൂടി നന്നായി ഉണ്ടാവും കേട്ടോ. അപ്പൊ ടു ഷെയർ ഫസ്റ്റ് കോൾ കിട്ടാത്തത് 10,000ന്റെ എത്ര രൂപയായിരുന്നു ഫസ്റ്റ് കോളിന്റെ എമൗണ്ട്? വേഗം ഒന്ന് നോക്കൂ. 2 രൂപ. അപ്പൊ 20,000. ആൻഡ് അതേപോലെ ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ, ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോള്. അപ്പൊ 10,000 into 3, അപ്പൊ 30,000. അപ്പൊ ടാലി ആയില്ലേ? ആൻഡ് ഇതോടെ നിൽക്കണില്ല. ഈ ക്യാൻസൽ ചെയ്ത ഷെയറിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റീഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത്. 3 രൂപ 50 പൈസ ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നുണ്ട്. ഡിസ്കൗണ്ടിൽ കൊടുക്കുമ്പോൾ ഡിസ്കൗണ്ട് എന്നുള്ള പേര് എഴുതരുതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ എഴുതണ്ടേ? ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ടിന് വേണം ഡെബിറ്റ് ചെയ്യാൻ.
അല്ലെ? അപ്പൊ റീഇഷ്യൂ ചെയ്യുമ്പോഴുള്ള എൻട്രി എന്തായിരുന്നു? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെബിറ്റ്, അതുപോലെ ടു ഷെയർ ക്യാപിറ്റൽ. 10,000 ഷെയറിന് നമ്മൾ റീഇഷ്യൂ ചെയ്യുന്നുണ്ട്. എത്ര രൂപയ്ക്കാണ് റീഇഷ്യൂ ചെയ്യണേ? 10 രൂപ. ഐ മീൻ 10 രൂപയ്ക്കല്ല, ഒറിജിനൽ ഷെയർ ക്യാപിറ്റൽ എപ്പോഴും ഒറിജിനലേ കാണിക്കാൻ പാടുള്ളൂ. 3 രൂപ 50 പൈസ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അപ്പൊ 10,000 × 3 രൂപ 50 പൈസ, 3 രൂപ 50 പൈസ എന്ന് പറയുമ്പോൾ ഏകദേശം എത്രയാ വരിക? 35,000 ആണ് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പൊ 1 ലക്ഷത്തില് 35,000 രൂപ എന്ത് ചെയ്യണു? ഡിസ്കൗണ്ട് മാത്രമായിട്ട് നമ്മൾ കൊടുക്കുന്നു. നിങ്ങൾക്കറിയാലോ, ഒറിജിനൽ ഷെയർ ഒരിക്കലും ഡിസ്കൗണ്ടിൽ കൊടുക്കില്ല. റീഇഷ്യൂ ചെയ്യുന്ന ഷെയറിനെ നമുക്ക് ഡിസ്കൗണ്ടിൽ കൊടുക്കാം. ഒറിജിനൽ ഷെയർ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ നമ്മുടെ കമ്പനീസ് ആക്ട് 2013 പ്രകാരം അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല. അത് മാറ്റിക്കഴിഞ്ഞു എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. സോ സ്വാഭാവികമായിട്ടും നമ്മുടെ ബാങ്കിൽ എത്ര വീഴും? 65,000 രൂപ വീഴും. ഇങ്ങനെ മാത്രം എഴുതിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇത് കാരണം കമ്പനിക്ക് എന്ത് ലാഭം ഉണ്ടായി എന്നുള്ളതും കൂടി എഴുതണം. എന്ന് വെച്ചാൽ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെബിറ്റ് ടു ലാസ്റ്റ് ടെയിൽ എൻട്രി എഴുതിയേ പറ്റൂ, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് അല്ലെ? അപ്പൊ നേരെ ഫോർഫീച്ചറിന്റെ എൻട്രി നോക്കുക. ഫോർഫീച്ചറിന്റെ എൻട്രിയിൽ 50,000 ആണ് നമ്മൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. 50,000 ക്യാൻസൽ ചെയ്തത് വന്നിട്ട് 10,000 ഷെയറിനായിരുന്നു അല്ലെ? നമ്മൾ റീഇഷ്യൂ ചെയ്തതും എത്ര ഷെയർ ആണ്? 10,000 ഷെയർ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കട്ടായി പോവും, ഇത് കട്ടായി പോവും. 50,000 തന്നെയാണ് അവിടെ വരുന്നത്. എന്നിട്ട് ഇത് കാരണം കമ്പനി വേറൊരാൾക്ക് ഇവിടെ ഷെയർ ഫോർഫീറ്റഡ് ക്രെഡിറ്റ് ആണ്, അടുത്ത ജേണൽ എൻട്രിയിൽ ഷെയർ ഫോർഫീറ്റഡ് ഡെബിറ്റ് ആണ്. നിങ്ങൾക്കറിയാം അക്കൗണ്ട്സിന്റെ റൂള്, ഒരേ സംഭവത്തില് ഒരേ ഐ മീൻ ഡിഫറെന്റ് സൈമൾട്ടേനിയസ് ജേണൽ എൻട്രിയിൽ ഒരേ സംഭവം ക്രെഡിറ്റും ഡെബിറ്റും വന്നാൽ അത് മൈനസ് ആവും. അപ്പൊ അവിടെ 50,000 ഉണ്ട്, ഇവിടെ 35,000 ഉണ്ട്. അപ്പൊ രണ്ടും കൂടി മൈനസ് ചെയ്താൽ എത്ര വരും? ബാക്കി ഗെയിന് 15,000 രൂപ നമുക്ക് ഗെയിൻ ഉണ്ട് കമ്പനിക്ക്. ഒരാളുടെ ഷെയർ ക്യാൻസൽ ചെയ്തിട്ട് വേറൊരാൾക്ക് റീഇഷ്യൂ ചെയ്ത കാരണം കൊണ്ട് കമ്പനിക്ക് ഉണ്ടായ ലാഭം എന്ന് പറയുന്നത് 15,000. ആ ഗെയിൻ നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കാണിക്കുന്നു? ക്യാപിറ്റൽ റിസർവിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കാണിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരണം സ്വാഭാവികമായിട്ടും. അപ്പൊ അത്രയും പ്രിപ്പയർ ആയിട്ടുണ്ടാവണം നിങ്ങൾ. കേൾക്കുന്നുണ്ടല്ലോ? പേടിയല്ല വരേണ്ടത്, കോൺഫിഡൻസ് ആണ് വരേണ്ടത്. ഇനിയും സമയമുണ്ട്, ഒട്ടും വൈകിട്ടില്ല. ഓക്കെ, സോ നെക്സ്റ്റ് രണ്ടാമത്തത്. സോ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനൊന്നും നിൽക്കണില്ല, പറയാം. KP ലിമിറ്റഡ് ഫോർഫീറ്റഡ് 20,000 ഇക്വിറ്റി ഷെയർ ആണ്, 15 രൂപയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 10 രൂപയാണ് ഒറിജിനൽ വാല്യൂ, 5 രൂപ പ്രീമിയത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഫോർ നോൺ പേയ്മെന്റ് ഓഫ് ഫൈനൽ കോൾ ഓഫ് 3 രൂപ. അപ്പൊ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അയാൾ പേ ചെയ്യാത്തത് ഫൈനൽ കോൾ ആണ്. അപ്പൊ അയാളുടെ കയ്യിൽ നിന്ന് കിട്ടിയത് അപ്ലിക്കേഷൻ, അലോട്ട്മെന്റ് ആൻഡ് ഫസ്റ്റ് കോൾ. അലോട്ട്മെന്റ് കിട്ടിയാൽ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഏത് സ്റ്റേജിലായിരിക്കും കൂടുതലും അലോട്ട്മെന്റ് ഐ മീൻ പ്രീമിയം വാങ്ങിക്കുക? അലോട്ട്മെന്റ് സ്റ്റേജിൽ. അലോട്ട്മെന്റ് തന്നിട്ടുണ്ട്, അലോട്ട്മെന്റ് തന്ന കാരണം കൊണ്ട് തന്നെ പ്രീമിയം തന്നിട്ടുണ്ടാവും. കിട്ടിയ പ്രീമിയത്തിന് ഒരിക്കലും എന്ത് ചെയ്യരുത്? ക്യാൻസൽ ചെയ്യരുത് അല്ലെ? ആൻഡ് ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം, 10,000 ഷെയർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? റീഇഷ്യൂ ചെയ്യുന്നുള്ളൂ അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 4 രൂപ. അപ്പൊ അവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ വരുന്ന സമയത്ത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് മൊത്തം 20,000 ഷെയർ റീഇഷ്യൂ ചെയ്യണു. ഫൈനൽ കോൾ ആണ് തരാത്തത്. അപ്പൊ 10 രൂപ വരെ വിളിച്ചു എന്ന് അതും തന്നെ മനസ്സിലായി. 2 ലക്ഷം രൂപ പ്രീമിയം കിട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ട് പ്രീമിയം കാണിക്കരുത്. ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടാണ്, പ്രീമിയം കിട്ടിയിട്ടാണ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ പ്രീമിയം എൻട്രിയിൽ വരരുത്. പ്രീമിയം കിട്ടാതെയാണ് ക്യാൻസൽ ചെയ്യണതെങ്കിൽ പ്രീമിയം എൻട്രിയിൽ വന്നിരിക്കണം. ക്ലിയർ ആവുണ്ടോ? ആൻഡ് ടു ഷെയർ ഫോർഫീറ്റഡ്, കിട്ടിയതിനെ ക്യാൻസൽ ചെയ്യുന്നു. അയാളുടെ കയ്യിൽ നിന്ന് ഫൈനൽ കോൾ ആണ് കിട്ടാത്തത്. ഫൈനൽ കോൾ കിട്ടിയില്ല പറഞ്ഞാൽ 3 രൂപ. അപ്പൊ അയാളുടെ കയ്യിൽ നിന്ന് കിട്ടിയത് 7 രൂപ. ഇതിൽ പ്രീമിയം എവിടെയും എടുക്കരുത്, കാരണം പ്രീമിയം കിട്ടി കഴിഞ്ഞു. ക്ലിയർ ആവുണ്ടോ? അപ്പൊ പ്രീമിയം കിട്ടി, അതുകൊണ്ട് പ്രീമിയം എടുക്കുന്നില്ല. അയാളുടെ കയ്യിൽ നിന്ന് കിട്ടാത്തത് ഫൈനൽ കോൾ 3 രൂപ. അപ്പൊ കിട്ടിയത് 7 രൂപ. ഓക്കെ, അപ്പൊ 20,000 × 7 സ്വാഭാവികമായിട്ടും 14,000 വരും. സോറി, 1,40,40,000 വരും. ഓക്കെ, ആൻഡ് ടു കിട്ടാത്തത് താഴെ എഴുതുന്നു. ടു ഷെയർ ഫൈനൽ കോള് നമുക്ക് എന്ത് വന്നു? 20,000 × 3 സ്വാഭാവികമായിട്ടും 60,000 ടാലിയായി അല്ലെ? ഇനി ഇതില് റീഇഷ്യൂ ചെയ്യുന്നത്, ക്യാൻസൽ ചെയ്തത് 20,000 ഷെയർ ആ, പക്ഷെ റീഇഷ്യൂ ചെയ്യുന്നത് ആകെ 10,000 ഷെയറേ റീഇഷ്യൂ ചെയ്യുന്നുള്ളൂ. അത് മാത്രം മൈൻഡിൽ വെക്കുക. ക്ലിയർ ആവുണ്ടോ? അപ്പോ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ഡിസ്കൗണ്ടിലാണ് റീഇഷ്യൂ ചെയ്യണമെന്ന് ചോദ്യം വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി. ഡിസ്കൗണ്ട് എഴുതരുത്, ഫോർഫീറ്റഡ് അക്കൗണ്ടിന് വേണം ഡെബിറ്റ് കൊടുക്കാൻ. ടു ഷെയർ എന്ത്? ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ എപ്പോഴും ഒറിജിനൽ എമൗണ്ടേ വരാൻ പാടുള്ളൂ. 20,000 ക്യാൻസൽ ചെയ്യുന്നുണ്ട്, പക്ഷെ 10,000 റീഇഷ്യൂ ചെയ്യുന്നുള്ളൂ. ഓക്കെ, 10,000 × എത്രയ്ക്കാ കൊടുക്കണത്? ഒരു ഷെയറിന് വില 10 രൂപ, ഡിസ്കൗണ്ട് കൊടുക്കണത് 4 രൂപ. അപ്പൊ 10 രൂപ 1 lakh വരേണ്ട അവിടെ
10,000 into 4 നമ്മൾ 4 രൂപ കുറച്ച് വാങ്ങിക്കുന്നു, 60,000 കുറച്ച് വാങ്ങിക്കുന്നു. അപ്പൊ ബാക്കി എത്രയേ ബാങ്കിൽ വീഴത്തുള്ളൂ? 40,000 രൂപ മാത്രമേ ബാങ്കിൽ വീഴത്തുള്ളൂ. അപ്പൊ ഇത് കാരണം എന്താണ് കമ്പനിക്ക് ലാഭം ഉണ്ടാവണം നോക്കാം. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ റിസർവ്. ഈ എൻട്രി ടെയിൽ എൻട്രി റീഇഷ്യൂഡ് എൻട്രിയുടെ ഒപ്പം തന്നെ എഴുതിയിരിക്കണം. അതിൽ ഒരു കോംപ്രമൈസും ഇല്ല. നേരെ ഫോർഫീച്ചറുടെ എൻട്രി നോക്കുക. ഫോർഫീച്ചറുടെ എൻട്രി നോക്കുമ്പോൾ 1,40,000 ആണ് വരുന്നത്. 1,40,000 എന്ന് പറയുന്നത് എത്ര ഷെയറിനാണ്? 20,000 ഷെയറിനാണ്. നമുക്ക് വേണ്ടത് 10,000 ഷെയറിനാണ്. ഈ ഒരു ട്രിക്ക് എപ്പോഴും മനസ്സിലാക്കി വെക്കുക. അപ്പോ മൊത്തം 70,000 ഐ ഗെസ് യെസ് 7. അപ്പൊ 70,000 വരും. 70,000 നമുക്ക് ഡിസ്കൗണ്ട് ഉള്ളത് 60,000. അപ്പൊ ബാക്കി 10,000 രൂപ നമുക്ക് എന്തുണ്ട്? ലാഭമുണ്ട്. ദാറ്റ്സ് ഓൾ. ഈസി. ഇനി ഒപ്പം ഒന്നും കൂടി ഉണ്ടല്ലോ. KP Limited forfeited 15,000 equity share of ₹15 each including 5 രൂപ പ്രീമിയം ഫോർ നോൺ പേയ്മെന്റ് ഓഫ് അലോട്ട്മെന്റ് മണി ഓഫ് 8 രൂപ. അപ്പൊ അലോട്ട്മെന്റ് മണി ഇവിടെ പേ ചെയ്തിട്ടില്ല. അലോട്ട്മെന്റ് മണി പേ ചെയ്തിട്ടില്ലെങ്കിലും അതിന്റെ കൂടെ അപ്പൊ എന്തുണ്ടാവും? പ്രീമിയവും പേ ചെയ്തിട്ടുണ്ടാവില്ല. ആൻഡ് എന്തും കൂടി പേ ചെയ്തിട്ടില്ല? ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഓഫ് ₹5 per share. ഓക്കെ, അപ്പൊ അലോട്ട്മെന്റും തന്നിട്ടില്ല, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളും തന്നിട്ടില്ല. അതിനർത്ഥം ഫുള്ളും വിളിച്ചു എന്നർത്ഥം. അപ്പോ ഇതിന്റെ എൻട്രി എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്. എപ്പോഴും ഷെയർ ക്യാപിറ്റൽ ഒറിജിനൽ എമൗണ്ടേ കാണിക്കാൻ പാടുള്ളൂ. എത്ര ഷെയർ ആയിരുന്നു ക്യാൻസൽ ചെയ്യണത്? 15,000. 15,000 ഇൻറ്റു 10 രൂപ ഒരു ഷെയറിന്റെ യഥാർത്ഥ വില 1,50,000 അല്ലെ. പ്രീമിയം കിട്ടാത്ത കൊണ്ട് പ്രീമിയത്തിനെയും ഡെബിറ്റ് ചെയ്യണം. 15,000 into 5 അല്ലെ. 15,000 into 5 അപ്പൊ 75,000. ആൻഡ് സ്വാഭാവികമായിട്ടും ടു ഷെയർ ഫോർഫീറ്റഡ് കിട്ടിയതിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. അപ്പൊ അയാളുടെ നിന്ന് ആകെ ആപ്ലിക്കേഷൻ മണി മാത്രമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്ലിക്കേഷൻ എത്ര കിട്ടിയിട്ടുണ്ടാവും? നമുക്കൊന്ന് നോക്കണ്ടേ. ഒരു ഷെയറിന്റെ യഥാർത്ഥ വാല്യൂ 10 രൂപ പ്ലസ് 5 രൂപ പ്രീമിയം, മൊത്തം 15 രൂപ. ഇങ്ങനെയല്ലേ വരിക? അതില് 8 രൂപയാണ് അലോട്ട്മെന്റ്, ഇൻക്ലൂഡിങ് എന്ത് പറഞ്ഞിട്ടുണ്ട്? പ്രീമിയം. അപ്പോ അലോട്ട്മെന്റ് ഒറിജിനൽ എമൗണ്ട് 3 രൂപ. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോള് എത്ര വന്നിട്ടുണ്ട്? 5 രൂപ. അപ്പൊ അപ്ലിക്കേഷൻ മണി 2 രൂപ വരും. എങ്ങനെ വന്നു? 5 + 3 അലോട്ട്മെന്റ് പ്ലസ് 2 10. ഇതെല്ലാം ആഡ് ചെയ്താൽ 15 വരും. ക്ലിയർ ആവുണ്ടോ? അപ്പൊ അപ്ലിക്കേഷൻ മണി ആകെ 2 രൂപയെ കിട്ടിയിട്ടുള്ളൂ. എത്രയില്? 15,000. അപ്പൊ 15,000 2 രൂപ വെച്ചിട്ട് നമുക്ക് ആകെ 30,000 രൂപ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കിട്ടാത്തത് ഏതൊക്കെയാണ്? അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല. അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ പ്രീമിയം കിട്ടിയിട്ടില്ല. പ്രീമിയം കിട്ടിയിട്ടില്ലെങ്കിൽ പ്രീമിയം എൻട്രിയിലും വരും, എമൗണ്ടിലും വരും. മറക്കരുത് കേട്ടല്ലോ. അപ്പോ 15,000 into 8 രൂപ വെച്ചിട്ട് അല്ലെ. അപ്പൊ എന്താ വരിക? 1,20,000 വരും. ഇഫ് ഐ എം റൈറ്റ്. ആൻഡ് നെക്സ്റ്റ് വൺ ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളും കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഇസ് നത്തിങ് ബട്ട് 15,000 into എത്രയാ വരിക? 5 which is 75,000. ഇപ്പൊ ടാലിയായി. ഈസി. ആൻഡ് ഇതിൽ എത്രയാ റീഇഷ്യൂ ചെയ്യുന്നത്? ഔട്ട് ഓഫ് ദീസ് 10,000 ഷെയർസ് were reissued. 10,000 ഷെയറിന് നമ്മൾ എന്ത് ചെയ്യാണ്? റീഇഷ്യൂ ചെയ്യാണ്. അപ്പൊ നേരെ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ഡിസ്കൗണ്ടിൽ തന്നെ ആയിരിക്കും. നോക്കാം. നോ, റീഇഷ്യൂഡ് അറ്റ് 14 per share. അപ്പൊ പ്രീമിയത്തിലാണ് റീഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ പിന്നെ എളുപ്പമായി. 10 രൂപയുടെ ഷെയർ 14 രൂപയ്ക്ക് ഒരാൾക്ക് കൊടുക്കണു. അപ്പൊ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം. ഓക്കെ, അപ്പോ ഷെയർ ക്യാപിറ്റൽ എപ്പോഴും ഒറിജിനൽ എമൗണ്ടേ വരാൻ പാടുള്ളൂ. 10,000 into ഒരു ഷെയറിന്റെ യഥാർത്ഥ വാല്യൂ 10 രൂപയേ ഉള്ളൂ. അതിനർത്ഥം 1 lakh. അതേപോലെ 10,000 into പ്രീമിയം വന്നിട്ട് 4 രൂപ എന്ന് വെച്ചിട്ട് 40,000. അപ്പൊ രണ്ടും കൂടി 1,40,000. അപ്പൊ ഇതിന്ന് എന്താ ഗെയിൻ നോക്കാം നമുക്ക്. ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ റിസർവ്. ക്യാപിറ്റൽ റിസർവ് കിട്ടുന്ന ഗെയിനിനെ നമ്മൾ ക്യാപിറ്റൽ റിസർവ്ക്ക് വേണം ട്രാൻസ്ഫർ ചെയ്യാൻ. ഫോർഫീച്ചറിന്റെ എൻട്രി നോക്കുക. ഫോർഫീച്ചറിൽ 30,000 is for 15,000 ഷെയർ. നമുക്ക് വേണ്ടത് 10,000 ഷെയറിന്. അപ്പോ വിൽ ബി ഗെറ്റിംഗ് ലൈക്ക് 20,000. 20,000 ഇവിടെ മൈനസ് ചെയ്യാൻ ഫോർഫീച്ചർ ഇല്ല. അപ്പൊ നമുക്കുള്ള ഗെയിന് 20,000. ദാറ്റ്സ് ഓൾ. ഈസി. ഇത് വൃത്തിക്ക് ഫോർമാറ്റ് ഒക്കെ വരച്ച് ചെയ്ത 14 marks is yours. ക്ലിയർ ആവുണ്ടോ? ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ വേഗം ഒന്ന് നോക്കി പോവാം. ഒരുപാട് ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പൊ മക്കളെ, അടുത്ത ഒരു 7 മാർക്കിന്റെ ചോദ്യം ബോണസ് ഇഷ്യൂടെ ആണ്. ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവാം. നിങ്ങളുടെ തോന്നൽ കറക്റ്റ് തന്നെയാണ്. നമ്മൾ ഇതേ ചോദ്യം ചെയ്തിട്ടുണ്ട് ആൻഡ് ഒത്തിരി എക്സാംസും എഴുതിയിട്ടുണ്ട്.
എക്സാക്ട്ലി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ചോദ്യമാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമില്ല. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റ് ആണ് പിക്സൽ ലിമിറ്റഡ് ആസ് ഓൺ 31/12/2023. സോ ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട് 10 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each, 1 lakh redeemable preference share of ₹100 each. അവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച, കോൾസ് ഇൻ അരിയർ ഉണ്ട്. ഒരു 20,000 ഷെയർ വാങ്ങിച്ച ആള് തന്നിട്ടില്ല എമൗണ്ട് എന്നുള്ളത്. 4 ലക്ഷം രൂപ ഇനിയും കിട്ടാനുണ്ട്. 100 lakh 1 crore 100 lakh redeemable preference share. ആൻഡ് ഇതില് ലൈക്ക് ഒരു 4 lakh rupees നമുക്ക് ഇനിയും കിട്ടാനുണ്ട്. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് 15 lakh ഉണ്ട്. റിസർവ് പ്രീമിയം 30 lakh, സോറി റിസർവ് പ്രീമിയം അല്ല, റിസർവ് 30 lakh. P&L അക്കൗണ്ട് 15 ലക്ഷം ഉണ്ട്. ക്രെഡിറ്റർ 30 ലക്ഷം ഉണ്ട്. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഇത് ക്ലാസ്സിൽ ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, ഫിക്സഡ് അസറ്റ്, ഇൻവെസ്റ്റ്മെന്റ്, സ്റ്റോക്ക്, ഡെപ്റ്റർ, ബാങ്ക്, ഇതെല്ലാം ഓക്കെ. ഓൺ 1 January 2024 ഫിക്സഡ് അസറ്റ് കോസ്റ്റിംഗ് 40 lakh were sold for 32 lakh. 40 ലക്ഷം വിലപിടിപ്പുള്ള ഈ ഫിക്സഡ്, മൊത്തം 140 ഉണ്ട്. അതിന്ന് ഒരു 40 ലക്ഷം വിലപിടിപ്പുള്ള ഫിക്സഡ് അസറ്റിനെ വിറ്റിട്ട് നമുക്ക് എത്ര രൂപ കിട്ടി എന്നാ പറയണത്? 32 lakh. അതിനർത്ഥം 8 ലക്ഷം രൂപ നമുക്ക് നഷ്ടമായി എന്നർത്ഥം കേട്ടോ. 8 lakh rupee നഷ്ടം വന്നു എന്നർത്ഥം. നഷ്ടം വന്നാൽ ഈ P&L അക്കൗണ്ട് കുറയും എന്നുള്ളത് മറക്കണ്ട. 15 lakh 8 lakh കുറയും അല്ലെ, 8 lakh കുറയും. ബാക്കി അപ്പൊ എത്രയേ വരുള്ളൂ P&L? 7 lakh. അപ്പൊ ഈ 15 lakh പോയിട്ട് എന്തായി മാറും? 7 lakh ആയി മാറും കേട്ടല്ലോ. ആൻഡ് ഇവിടെ വേറൊരു കണ്ടീഷൻ ഉണ്ട്. കമ്പനി ഇഷ്യൂഡ് സഫീഷ്യന്റ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ അറ്റ് പാർ. ഈ റിഡംഷന് വേണ്ടിയിട്ടുള്ള ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തു, സഫീഷ്യന്റ് നമ്പർ, അത് എത്ര എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ആൻഡ് സോ ആസ് ടു ഫൈനാൻസ് റിഡംഷൻ അറ്റ് 20% പ്രീമിയം. വേറൊരു ട്വിസ്റ്റ്, നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് 20% പ്രീമിയത്തിലാണ് കേൾക്കുന്നുണ്ടല്ലോ. ആൻഡ് അങ്ങനെയാണെങ്കിൽ ഈ 100 ലക്ഷത്തില് 4 ലക്ഷം എന്ത് ചെയ്യില്ല, എമൗണ്ട് കിട്ടിയിട്ടില്ല. അപ്പൊ ബാക്കി നമ്മൾ എത്ര കൊടുക്കണം? 96 lakh കൊടുക്കണം അല്ലെ. ബാക്കിയുള്ള ആ 4 ലക്ഷത്തിന് അവരെ എമൗണ്ട് തന്നിട്ടില്ലല്ലോ. അപ്പൊ ബാക്കി 96 മാത്രമല്ലേ ഫുള്ളി പെയ്ഡ് ഉള്ളൂ. അപ്പൊ 96 lakh ആണ് നമ്മൾ കൊടുക്കാനുള്ളത്. ആൻഡ് ലീവിങ് എ ബാലൻസ് ഓഫ് 10 lakh ഇൻ ദ റിസർവ്. അടുത്ത ട്വിസ്റ്റ്, റിസർവില് നമ്മൾ 10 ലക്ഷം രൂപ ബാക്കി വെക്കണം. 30 ലക്ഷം രൂപ റിസർവ് ഉണ്ട്, അതില് 10 ലക്ഷം രൂപ നമ്മൾ ബാക്കി വെക്കണം. അപ്പൊ ബാക്കി 20 ലക്ഷം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. 20 lakh rupee മാത്രമേ റിസർവ് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ കൊടുക്കേണ്ടത് പ്രീമിയത്തിലുമാണ്, അത് വരെ ശ്രദ്ധിക്കുക. സെക്യൂരിറ്റി പ്രീമിയം ഉണ്ട് 15 ലക്ഷം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മക്കളെ. അതായത് നമുക്ക് ഇവിടെ കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 96 lakh കൊടുക്കാനുണ്ട്. ഒപ്പം എന്തും കൊടുക്കണം, പ്രീമിയത്തിലാണ് കൊടുക്കേണ്ടത്. 20% പ്രീമിയം ആണോ അല്ലയോ? 20% പ്രീമിയം. ഓക്കെ, അതും അവിടെ ഇരിക്കട്ടെ. ആൻഡ് അടുത്തത്, all the payment were made except to a holder of 10,000 share who could not be traced. അപ്പൊ ഇവിടെ എല്ലാ പേയ്മെന്റും നമ്മൾ കൊടുത്തു. ഒരു 10,000 ഷെയർ വാങ്ങിച്ച ഒരാൾക്ക് മാത്രമേ ഇനി പേയ്മെന്റ് കൊടുക്കാനുണ്ട്. കാരണം അദ്ദേഹത്തിന് ഇനിയും കണ്ടുകിട്ടിയിട്ടില്ല, ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് കാര്യമില്ല, അയാൾക്ക് കൊടുക്കാനുള്ളതാണ്, ഡ്യൂ ആയിട്ട് കാണിച്ചേ പറ്റൂ. ഓക്കെ, ഇത് കൂടാതെ കമ്പനി ബോണസ് ഇഷ്യൂ വേറെ കൊടുക്കുന്നുണ്ട്. ആൻഡ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡർ ഇൻ ദ റേഷ്യോ 1:10. ഓക്കെ, ഓരോ 10 ഷെയർ വാങ്ങിച്ച ആൾക്ക് ഒരു എക്സ്ട്രാ ഒരു ഷെയർ ബോണസ് കൊടുക്കുന്നുണ്ട്, ബോണസ് ഷെയർ കൊടുക്കുന്നുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ ജേർണൽ എൻട്രി കൊടുക്കാനാണ്. ഇത് ഞാൻ ജേർണൽ എൻട്രിയും കാര്യങ്ങളൊന്നും പറയുന്നില്ല, എങ്ങനെ എത്ര സഫീഷ്യന്റ് ഷെയർ ഇഷ്യൂ ചെയ്യണം എന്നുള്ളത് മാത്രം ഒന്ന് വേഗം പറഞ്ഞുതരാം. അപ്പോ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യണ്ട. ഇതില് ഒരു കാര്യം നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു ഫോർമേഷൻ ഓഫ് ക്വസ്റ്റ്യൻ ഇതില് കുറച്ചൊരു വ്യത്യാസമുണ്ട്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അതേ സംഭവം അങ്ങനെ എടുത്ത് കോപ്പി ചെയ്തിട്ടിരിക്കുകയാണ്. ഇത് ആക്ച്വലി 2 എന്നാണ് വരിക. നിങ്ങൾക്കും അറിയാം, ഓൾറെഡി പറഞ്ഞതുമാണ്. 2 which is 2 lakh. അപ്പൊ 1 rupee എന്നുള്ള ബേസിലായിരിക്കും കോൾസ് ഇൻ അരിയർ. 20,000 ഷെയർസിന്റെ എന്നുള്ള ബേസിൽ, സോറി 10 rupee എന്നുള്ള ബേസിൽ. ക്ലിയർ ആവുണ്ടോ? ഫൈനൽ കോള്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിക്കേണ്ട കാര്യം, 20 lakh ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിന് 2 എന്ന് പറഞ്ഞവർ ഇട്ടിട്ടേ ഉള്ളൂ. ആൻഡ് 100 lakh, അപ്പൊ താഴെ 20 lakh, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് കാര്യം ശ്രദ്ധിക്കേണ്ടത്, 100 lakh rupees ആണ് നമുക്ക് കൊടുക്കേണ്ടത്. അതിൽ 20 lakh rupees അത് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെ. ബാക്കി എത്ര കൊടുത്താൽ മതി? ഒറിജിനലി 80 lakh കൊടുത്താൽ മതി. ഈ 80 lakh കൊടുക്കേണ്ടതില് 80 lakh ഒറിജിനൽ മാത്രമാണോ കൊടുക്കേണ്ടത്? അല്ല, 20% പ്രീമിയം അല്ലെ. അപ്പൊ 80 lakhല് 20% പ്രീമിയം പറയുമ്പോ സ്വാഭാവികമായിട്ട് ഒരു 16 lakh എക്സ്ട്രാ പ്രീമിയം ആയിട്ട് കൊടുക്കാനുണ്ട്. അങ്ങനെ നോക്കുമ്പോ 80 + 16 എല്ലാം കൂടി നമ്മൾ കൊടുക്കേണ്ടത് 96 lakh ആണ് നമ്മൾ എമൗണ്ട് ആയിട്ട് കൊടുക്കേണ്ടത്.
അല്ലേ? ഇതില് ഒരു ട്വിസ്റ്റ് ഇല്ലേ? എന്താണ്? ഫിക്സഡ് അസറ്റ് 40 ലക്ഷം രൂപേനെ നമുക്ക് വിറ്റിട്ട് 32 ലക്ഷം രൂപയ്ക്കല്ലേ കിട്ടിയിരിക്കണത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 8 ലക്ഷം രൂപ നഷ്ടമില്ലേ? പി ആൻഡ് എൽ അക്കൗണ്ടില് ശ്രദ്ധിക്കുക, പി ആൻഡ് എൽ അക്കൗണ്ടില് നമുക്കുള്ളത് 15 ലക്ഷം ആൻഡ് അതിൽ നിന്ന് ഒരു 8 ലക്ഷം രൂപ നഷ്ടമായി. ബാക്കി ഇപ്പൊ പി ആൻഡ് എൽ അക്കൗണ്ടിൽ അവൈലബിൾ ആയിരിക്കുന്നത് 7 ലക്ഷമേ ഉള്ളൂ. ക്ലിയർ ആവുണ്ടോ? ആൻഡ് ഓൾറെഡി ചോദ്യത്തില് എന്തുണ്ട്? സെക്യൂരിറ്റി പ്രീമിയം ഉണ്ട്. എത്രയാ ഉള്ളത്? 15 ലക്ഷം അല്ലെ? നമുക്ക് സെക്യൂരിറ്റി പ്രീമിയം മാത്രമായിട്ട് കൊടുക്കാനുള്ളത് എത്രയാ? 16 ലക്ഷം. 16 ലക്ഷം കൊടുക്കാൻ 15 ലക്ഷം നമ്മൾ സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് എടുത്തു കൊടുക്കാം. ആണല്ലോ. അപ്പോ സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് നമ്മളൊരു 15 ലക്ഷം രൂപ എടുത്തിട്ട് ഈ 16 ലക്ഷത്തിന് സെറ്റിൽ ചെയ്യാൻ 15 ലക്ഷം രൂപ എടുക്കും. അപ്പോഴും 1 ലക്ഷം രൂപ ബാക്കി. അതെവിടെ നിന്ന് എടുക്കാം? ഫ്രീ റിസർവ് ആയിട്ടുള്ള പി ആൻഡ് എൽ അക്കൗണ്ടിൽ നിന്ന് എടുക്കാമല്ലോ. 1 lakh എടുക്കാമല്ലോ. കാരണം പി ആൻഡ് എൽ അക്കൗണ്ടിൽ നഷ്ടം കഴിഞ്ഞ് ബാക്കി 7 ലക്ഷം രൂപയുണ്ട്. അപ്പൊ പ്രീമിയത്തിന് വേണ്ട 16 ലക്ഷം രൂപയുടെ സോഴ്സ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമ്മൾ കൊടുക്കേണ്ടത് ഒറിജിനൽ എമൗണ്ട് ആണ്. ഒറിജിനൽ എമൗണ്ട് കൊടുക്കാൻ ഇപ്പോഴും ജനറൽ റിസർവ് എന്ന് 10 ലക്ഷം രൂപ മാറ്റി വെക്കണം പറഞ്ഞിട്ടുണ്ട്. അത് തുടരുത് പറഞ്ഞിട്ടുണ്ട്. ജനറൽ റിസർവ് എത്രയുണ്ട് നമുക്ക്? 30 ലക്ഷം. 30 ലക്ഷത്തിൽ നിന്നും 10 ലക്ഷം രൂപ മാറ്റി വെച്ച് ബാക്കി 20 ലക്ഷം രൂപ നമുക്ക് എടുക്കാം. ആണല്ലോ. അത് കഴിഞ്ഞിട്ട് പി ആൻഡ് എൽ അക്കൗണ്ടിൽ 7 ലക്ഷം ഉണ്ടായിരുന്നു. പി ആൻഡ് എൽ അക്കൗണ്ടിൽ നിന്ന് 1 ലക്ഷം രൂപ പ്രീമിയത്തിന് വേണ്ടി മാറ്റി. ബാക്കി ഇപ്പൊ പി ആൻഡ് എൽ അക്കൗണ്ടിൽ എത്ര ഉണ്ടാവും? 6 lakh. അപ്പൊ 6 lakh റുപ്പി നമ്മൾ എവിടെ നിന്നും എടുക്കാം? പി ആൻഡ് എൽ നിന്നും എടുക്കാം. അപ്പൊ 20 lakh ഫ്രം റിസർവ് ആൻഡ് 6 lakh ഫ്രം പി ആൻഡ് എൽ അല്ലേ? ഇപ്പൊ നമുക്ക് 80 ലക്ഷം രൂപ ഒറിജിനൽ കൊടുക്കാൻ 26 ലക്ഷം രൂപ നമ്മൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു. എങ്ങനെ സംഘടിപ്പിച്ചു കഴിഞ്ഞു? ഫ്രീ റിസർവ് എടുത്തു. പിന്നെ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഒറിജിനൽ എമൗണ്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ റിസർവ് നമ്മൾ എന്തെങ്കിലും മാറ്റുകയാണെങ്കിൽ അതിനെ നമ്മൾ എവിടേക്കും മാറ്റി വെക്കണം? CRR അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കണം. വിച്ച് മീൻസ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കണം അല്ലേ? അപ്പൊ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് 20 lakh, പി ആൻഡ് എൽ അക്കൗണ്ട് ഡെബിറ്റ് 6 lakh, ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് 26 lakh, 10 lakh തുടരുത്. അപ്പൊ 80 lakhല് 26 lakh നമ്മൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു. ബാക്കി ഇനി എത്ര വേണം? 54 lakh വേണം. ആണോ? 54 ലക്ഷം രൂപ. ഈ 54 ലക്ഷം രൂപയാണ് നമ്മൾ ഷെയർ ആയിട്ട് ഇഷ്യൂ ചെയ്യണത്. ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? സഫിഷ്യന്റ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യണു എന്നല്ലേ അർത്ഥം. അപ്പൊ 54 lakh ആണ് നമ്മൾ എവിടെ നിന്ന് എടുക്കണത്? നമ്മൾ ഷെയർന്ന് എടുക്കണത്, പുതിയ ഷെയർന്ന്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസും ചെയ്തതാണ്. എക്സാക്ട്ലി സെയിം ക്വസ്റ്റ്യൻ, പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്ത രീതിക്ക് ആൻസർ ചെയ്യുക. ക്ലിയർ ആവുണ്ടോ? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, റിസർവ് എടുത്ത് മാറ്റിയിട്ട് ഒറിജിനൽ എമൗണ്ട് കൊടുക്കുമ്പോൾ അതിനെ CRR അക്കൗണ്ടിലേക്ക് മാറ്റുക. പിന്നെ 60 lakh അല്ല, ടെക്സ്റ്റിൽ 60 lakh ആണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്? ഫ്രഷ് ഇഷ്യൂ വരുന്നത്. ആ 60 lakh അല്ല, 54 lakh ഉള്ളൂ. ക്ലിയർ ആവുണ്ടോ? ഇത് മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതി. ഓക്കെ, ദാറ്റ്സ് ഓൾ. സോ മക്കളെ, അടുത്തൊരു 14 മാർക്കിന്റെ ഒരു ലോങ് ക്വസ്റ്റ്യൻ ആണ്. കൂടുതലും ഷെഡ്യൂൾ 3 പ്രകാരം, കമ്പനീസ് ആക്ട് 2013 പ്രകാരം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനും പി ആൻഡ് എൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുമാണ് വരിക. ഓക്കെ, സോ ഇതിനെ കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓരോ കാര്യങ്ങളും ഏത് ഹെഡിന്റെ താഴെ വരും എന്നുള്ളത് ആദ്യം നമുക്കൊരു വ്യക്തമായ ധാരണ ഉണ്ടാവണം. അതിന് ഫോർമാറ്റ് പഠിച്ചേ പറ്റൂ. അതിന് there is no other compromise. ക്ലിയർ ആവുണ്ടോ? ആൻഡ് ഇത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഓരോന്ന് ഏത് ഹെഡിങ്ങിന്റെ താഴെ വരും എന്നുള്ളത് നോക്കുക. പ്രത്യേകിച്ചൊന്നും ഇല്ല, ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ ബിൽഡിംഗ് നമുക്കറിയാം, ഫിക്സഡ് അസറ്റ് PPE താഴെ വരും. മെഷീനറി അത് തന്നെയാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഉള്ളിലാണ് തന്നിരിക്കുന്നത്. ആൻഡ് ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ 3,60,000. അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻ കേസ് ട്രയൽ ബാലൻസിന്റെ ഉള്ളിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നതെങ്കിൽ ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞതാണ്, ക്ലോസിംഗ് സ്റ്റോക്ക് വന്നിട്ട് എങ്ങാനും ട്രയൽ ബാലൻസിന്റെ ഉള്ളിലാണ് വരുന്നതെങ്കിൽ അത് ഓൾറെഡി പർച്ചേസുമായിട്ട് അഡ്ജസ്റ്റഡ് ആയിരിക്കും. ഓർക്കുണ്ടോ പറയണത് അല്ലെ? അപ്പൊ ഇതിനെ നേരെ നമ്മൾ എവിടെ കാണിച്ചാൽ മതി? ബാലൻസ് ഷീറ്റിൽ കാണിച്ചാൽ മതി. എന്ന് വെച്ചിട്ട് ചേഞ്ച് ഇൻ ഇൻവെന്ററി വരില്ല എന്ന് അർത്ഥമില്ല കേട്ടോ. പി ആൻഡ് എൽ അക്കൗണ്ടിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് മാത്രം കാണിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ. ചേഞ്ച് ഇൻ ഇൻവെന്ററി ഒക്കെ നമ്മൾ കാണിക്കും പി ആൻഡ് എൽ അക്കൗണ്ടിൽ. കാരണം കുറച്ച് വ്യത്യാസമായിട്ടുള്ള പി ആൻഡ് എൽ അക്കൗണ്ട് ആണല്ലോ. നമ്മൾ ഇത് നാൾ വരയ്ക്കും ചെയ്ത പി ആൻഡ് എൽ അക്കൗണ്ട് പോലെയല്ല ഇത് എന്നുള്ള ധാരണയും നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
അല്ലെ. പിന്നെ പർച്ചേസസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അഡ്ജസ്റ്റഡ് ആണ്. ലൂസ് ടൂൾസ് തന്നിട്ടുണ്ട്. ലൂസ് ടൂൾസ് ഓൾസോ എന്താണ്, നമുക്ക് അസറ്റ് നമ്മൾ നേരെ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടതാണ്. സാലറി, ഡയറക്ടർ ഫീസ്, റെന്റ്, ഡിപ്രീസിയേഷൻ, ബാഡ് ഡെപ്റ്റ് ഇതെല്ലാം നമ്മൾ അതർ എക്സ്പെൻസ് ആയിട്ട് കാണിക്കും P&L അക്കൗണ്ടിൽ. ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, സോ ഇറ്റ് ഇസ് ആൻ അസറ്റ്. ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് കിട്ടേണ്ട ഇൻട്രസ്റ്റ് 8000 രൂപ. ഓക്കെ, അപ്പൊ അത് അക്രൂഡ് ആണ്, ഇനിയും കിട്ടാനുണ്ട് എന്നാണ്. സോ ഇത് ട്രയൽ ബാലൻസിന്റെ ഉള്ളിലാണ് തന്നിരിക്കുന്നത്. അതിനർത്ഥം ഇത് നേരെ ബാലൻസ് ഷീറ്റിൽ വരണം എന്നർത്ഥം, കറണ്ട് അസറ്റിന്റെ അവിടെ. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ളത് 1,12,000 രൂപ. അഡ്വാൻസ് ടാക്സ് കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ ഇതൊരു കറണ്ട് അസറ്റ് പോലെയാണ്, പ്രീപെയ്ഡ് എക്സ്പെൻസ് പോലെയാണ്. നമുക്ക് സൺഡ്രി എക്സ്പെൻസ് ഉണ്ട്, വിച്ച് വിൽ കം ഇൻ P&L അക്കൗണ്ട് ഓബ്വിയസ്ലി. ഡെപ്റ്റർ ഉണ്ട്, ബാങ്ക് ഉണ്ട്, സെയിൽസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. അപ്പോ ഈ ചോദ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത്യാവശ്യമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ എല്ലാം തന്നെ ട്രയൽ ബാലൻസിന്റെ ഉള്ളിലാണ് തന്നിരിക്കുന്നത്. ഈ ട്രയൽ ബാലൻസിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളെല്ലാം ഒരു സ്ഥലത്ത് മാത്രമേ വരത്തുള്ളൂ എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്ന കാര്യമാണ്, അല്ലെ. പിന്നെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഓപ്പണിംഗ് തന്നിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ജനറൽ റിസർവ് വിച്ച് വിൽ ഓബ്വിയസ്ലി കം ഇൻ റിസർവ്സ് ആൻഡ് സർപ്ലസ്. P&L അക്കൗണ്ട് തന്നിട്ടുണ്ട്, ക്രെഡിറ്റ് ബാലൻസ് ആണ്. പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് തന്നെ ആയിരിക്കും. ക്രെഡിറ്റേഴ്സ് ഉണ്ട്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, ബിൽഡിങ്ങിന്റെ ഉണ്ട്, മെഷീനറിയുടെ ഉണ്ട്. 14% ഡിബഞ്ചർ. ഇതിലാണ് ഒരു ട്രിക്ക്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിബഞ്ചർ 14%, 8 ലക്ഷത്തിന്റെ 14% കാൽക്കുലേറ്റ് ചെയ്യുക. എമൗണ്ട് വരുന്നത് എത്രയാന്ന് നോക്കുക, ആ ഇൻട്രസ്റ്റ് തന്നെയാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അക്രൂഡ് ബട്ട് നോട്ട് ഡ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, അക്രൂഡ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, പക്ഷെ ഇനിയും കൊടുക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല. 56,000. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൽ ഇൻട്രസ്റ്റ് കിട്ടേണ്ടത് 48,000 രൂപ. അൺക്ലെയിംഡ് ഡിവിഡൻഡ് വിച്ച് വിൽ കം ഇൻ ഓബ്വിയസ്ലി ഇൻ ദ ബാലൻസ് ഷീറ്റ്. അൺക്ലെയിംഡ് ആയിട്ടുള്ള ഡിവിഡൻഡ് 20,000 രൂപ. എന്തൊക്കെയാണ് അഡ്ജസ്റ്റ്മെന്റുകൾ ഉള്ളതെന്നുള്ളത് നമുക്കൊന്ന് നോക്കി പോവാം. P&L അക്കൗണ്ട് ഉണ്ടാക്കണം, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് മോർ ദാൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ബൈ 3,20,000. വാവ്, നമുക്ക് ഓൾറെഡി ക്ലോസിംഗ് സ്റ്റോക്ക് 3,60,000 തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് വന്നിട്ട് ഓപ്പണിംഗ് സ്റ്റോക്കിനെക്കാളും 3,20,000 രൂപ കൂടുതലാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയായിരിക്കും? 40,000 ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, കോമൺ സെൻസ്. ക്ലോസിംഗ് സ്റ്റോക്ക് വന്നിട്ട് 3,20,000 കൂടുതലാണ് ഓപ്പണിംഗ് സ്റ്റോക്കിനെക്കാളും. ഓപ്പണിംഗ് സ്റ്റോക്ക് 40,000 ആയാൽ 40,000ത്തിന്റെ കൂടെ 3,20,000 ആഡ് ചെയ്താലാണ് 3,60,000 വരിക. നമുക്ക് ഓൾറെഡി ചോദ്യത്തിൽ ക്ലോസിംഗ് സ്റ്റോക്ക് അവർ തന്നെ തന്നിട്ടുണ്ട് ട്രയൽ ബാലൻസിന്റെ ഉള്ളില് 3,60,000 അല്ലെ. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ ഇത് ചേഞ്ച് ഇൻ ഇൻവെന്ററിയിൽ കാണിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇത് പർച്ചേസിന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് 3,60,000 3,20,000 ആഡും ചെയ്ത് കാണിക്കണം. ക്ലിയർ ആവുണ്ടോ? ആൻഡ് നെക്സ്റ്റ് വൺ പ്രൊവൈഡ് ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് അറ്റ് 4% ഓൺ ഡെപ്റ്റർ. ഡെപ്റ്ററുടെ കൂടെ 4% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം, വിച്ച് ഇസ് എ കറന്റ് ലയബിലിറ്റി. മേക്ക് എ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്. ഇൻകം ടാക്സിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം 30%. അതിന് P&L അക്കൗണ്ടിൽ ലാസ്റ്റ് പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമുക്ക് കിട്ടും. And depreciation expense included depreciation of 32,000 on building and that of 48,000 on machinery. Okay, so ഇതൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ് at 10%. എന്താണോ P&L അക്കൗണ്ട് ഉള്ളത്, നമുക്ക് ചോദ്യത്തിൽ P&L അക്കൗണ്ട് ഓൾറെഡി തന്നിട്ടുണ്ട്. ആ P&L അക്കൗണ്ടിന്റെ 10% നമ്മൾ ജനറൽ റിസർവിലോട്ട് മാറ്റി വെക്കും. അത് നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ കാണിക്കുക, അല്ലെ. ആൻഡ് അതേപോലെ ലാസ്റ്റ് വൺ, ഡയറക്ടേഴ്സ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് അറ്റ് 25%. ഡിവിഡൻഡ് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് 25% പ്രപ്പോസ് ഡിവിഡൻഡ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കും. ആൻഡ് ബിൽസ് ഡിസ്കൗണ്ടഡ് ബട്ട് നോട്ട് യെറ്റ് മെച്ചുവർഡ് 40,000 വിച്ച് ഇസ് ലൈക്ക് എ കണ്ടിൻജന്റ് ലയബിലിറ്റി നോട്ട് ആയിട്ട് നമ്മൾ കാണിക്കും, അല്ലെ. ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ. ഇതിൽ വലിയ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഓക്കെ മക്കളെ, അപ്പൊ അടുത്ത ഒരു 7 മാർക്കിന്റെ ഒരു ചോദ്യം നമുക്കൊന്ന് നോക്കാം, വിച്ച് ഇസ് വെരി ഈസി. എഗെയിൻ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും ബാങ്കിങ് കമ്പനിയുടെയാണ്. എന്താ ഇതുവരെ ബാങ്കിങ് കമ്പനിയുടെ ഒരു ചോദ്യം പോലും വന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടാവും. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ബാങ്കിങ് കമ്പനിന്ന് കൂടുതലും വരാൻ സാഹചര്യമുള്ള ഒരു ക്വസ്റ്റ്യൻ ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമിംഗ് അസറ്റ് ആണോ നോൺ പെർഫോമിംഗ് അസറ്റ് ആണോ, പ്രൊവിഷൻ എത്ര മെയിൻറ്റെയിൻ ചെയ്യണം, അത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ വരാൻ സാധ്യതയുള്ളതാ. ഇപ്പൊ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുന്നതാ ഈ ഒരു ക്വസ്റ്റ്യൻ, റിബേറ്റിന്റെ. ഇത് ഓൾറെഡി പറഞ്ഞതാണ്. റിബേറ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് അവകാശമുള്ള റിബേറ്റ് ഏതാണ്, ആ വർഷത്തേക്ക് അവകാശമല്ലാത്ത റിബേറ്റ് ഏതാണ് എന്നുള്ളതൊക്കെ നമ്മൾ വേണം ഒന്ന് കണ്ടുപിടിക്കാൻ. ആ വർഷത്തേക്ക് അവകാശമല്ലാത്ത റിബേറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഉൾട്ട എൻട്രി പാസ് ചെയ്ത് അത് അടുത്ത വർഷത്തേക്ക് മാറ്റി വെക്കണം. ആണോ അല്ലയോ? ആ വർഷത്തേക്ക് അവകാശമുള്ള റിബേറ്റ് ആണെങ്കിൽ സ്വാഭാവികം,
എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. നമുക്കൊന്ന് നോക്കാം. ഓൺ 31 മാർച്ച് 2021 വിക്ടറി ബാങ്ക് ലിമിറ്റഡ് ഹാഡ് എ ബാലൻസ് ഓഫ് ₹18 crore ഇൻ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് അക്കൗണ്ട് ഡ്യൂറിംഗ് ദി ഇയർ എൻഡഡ് 31 മാർച്ച് 2022. വിക്ടറി ബാങ്ക് ലിമിറ്റഡ് ഡിസ്കൗണ്ടഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് 8,000 crore ആണ്, ചാർജിങ് ഇൻട്രസ്റ്റ് ആറ്റ് 18% per annum. അപ്പൊ ഇതുവരെ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡിൽ 18 കോടി രൂപ ബാലൻസ് ഉണ്ട്. നമ്മൾ ചെറുതാക്കി എഴുതുന്നു, 18 എന്ന് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. സോ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് അക്കൗണ്ട് ഡെബിറ്റ് ഡിസ്കൗണ്ട് ഓൺ ബിൽസ്, കാരണം അതിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു, ആ വർഷത്തേക്ക് അവകാശമുള്ള 18 crore ആണ്. അതില് ഇപ്പൊ 8,000 കോടിയിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യണത് 18%. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം 73 പിന്നെ അതിന്റെ ഒരു ആവശ്യം പോലും ഇവിടെ വന്നിട്ടില്ല, അവർ ഡയറക്റ്റ് ആയി തന്നിട്ടുണ്ട്. ദ ആവറേജ് പീരീഡ് ഓഫ് ഡിസ്കൗണ്ട് ബീയിങ് ഫോർ 73 days. സിൻസ് ദേ ഹാവ് ഗിവൻ ദ ഡേയ്സ് directly, it becomes much more easier for us. അല്ലെ, of these bill of exchange of 1,200 crore were due for realization from the acceptor or customer after 31st March 2022. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് 31st March 2022 ഈ ബില്ല് ഡ്യൂ ആവണത് 31st March 2022 ശേഷമാണ്. അപ്പൊ അതിൽ എത്ര റിബേറ്റ് ആണോ ഈ വർഷത്തേക്ക് അവകാശം, എത്ര റിബേറ്റ് ആണോ അടുത്ത വർഷത്തേക്ക് അവകാശം, അതിനെ രണ്ടെണ്ണത്തിനെയും സ്പ്ലിറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുക. ഇത്രയും നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് ചെയ്താൽ 7 മാർക്കാ. ഇതിനുള്ള ജേർണൽ ഉണ്ട്, നമ്മൾ പിന്നെ പഠിക്കണം, അതിന് വേറെ വഴിയില്ല. The average period outstanding after 31st March 2022 being 36.5 days. Okay, and actually അത് ഉദ്ദേശിക്കുന്നത് 365 days എന്നാണ്. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, കാര്യമാക്കണ്ട. And Victory Bank Limited ask you to pass journal entry and show the ledger account pertaining to discount of bill of exchange and rebate on bills discounted. Exactly same question നമ്മൾ എവിടെ ക്ലാസ്സിലും ചെയ്തിട്ടുണ്ട്, ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കണം അല്ലെ. നമ്മൾ ഡിസ്കൗണ്ട് ഓൺ ബിൽസ് ഓഫ് എക്സ്ചേഞ്ചിന്റെ അക്കൗണ്ടും വരയ്ക്കണം, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് അക്കൗണ്ടും വരയ്ക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിലത്തെ ആൻസർ നിങ്ങൾക്ക് കാണുമ്പോൾ ഞാൻ സ്ക്രോൾ ചെയ്ത് കാണിക്കണില്ല, ഓൾറെഡി പറഞ്ഞതാണ്. സോ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് ഓൾറെഡി ഉള്ള ബാലൻസ് ആണ് 18 ലക്ഷം രൂപ. അതല്ലാതെ ബിൽസ് പർച്ചേസ് ആൻഡ് ഡിസ്കൗണ്ടഡ് ടു ക്ലയന്റ്, ആ വർഷത്തേക്ക് അവകാശം ഇല്ലാത്ത ഡിസ്കൗണ്ട് ആൻഡ് നമ്മള് ഡേയ്സ് വെച്ചിട്ട്, ഡേയ്സ് ഓൾറെഡി 73 days തന്നിട്ടുണ്ട്, അങ്ങനെ ചെയ്യുമ്പോൾ 288 കിട്ടും. അതിൽ ഡിസ്കൗണ്ട് ഓൺ ബിൽസ് പ്രൊവിഷൻ അൺഎക്സ്പയർഡ് ആയത് അടുത്ത വർഷത്തേക്കുള്ളത് 21.60. അപ്പൊ 288-ല് 21.60 മാറ്റി ബാക്കി ആൻഡ് പ്ലസ് ഓൾറെഡി ഉള്ള 18 കോടി രണ്ടും കൂടി നമ്മള് P&L അക്കൗണ്ടിക്ക് ആ വർഷത്തേക്ക് മാറ്റി വെക്കുന്നത് 284.40. ഇത്രയേ ഉള്ളൂ. ഇത് കാൽക്കുലേഷൻ നിങ്ങൾക്ക് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ്. ദാറ്റ്സ് ഓൾ, ഈസി. സോ മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻസ് ഓരോന്നും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇതെല്ലാം ചെയ്തതാണ് അല്ലെ. ഇങ്ങനെ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെ വന്ന എളുപ്പം തന്നെയാണ്, നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാം അല്ലെ. ബട്ട് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം അല്ലെ. അതിനുള്ള ഒരു പക്വതയും അതിനുള്ള പ്രിപ്പറേഷനും നമുക്ക് ഉണ്ടാവണം കേട്ടോ. അത് നമ്മുടെ സൈഡ് നമ്മൾ ക്ലിയർ ആക്കുക. ഓക്കെ, സോ നോക്കിക്കോളൂ. ജസ്റ്റ് ഇത് ഓൾറെഡി പറഞ്ഞതാണ്. എഗെയിൻ from the following figures appearing in the books of fire insurance ആണ്. ഡയറക്റ്റ് ബിസിനസ്സും ഉണ്ട്, റീ ഇൻഷുറൻസും ഉണ്ട്. ഇതിന്റെ കാര്യത്തിൽ റീ ഇൻഷുറൻസ് വരുമ്പോൾ മാത്രം ഉൾട്ടയാണെന്ന് അറിയാലോ അല്ലെ. എന്തൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ക്ലെയിംസ് അറ്റ് ദ ബിഗിനിങ് പൊതുവെ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ക്ലെയിംസ് അറ്റ് ദ ബിഗിനിങ് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ആൻഡ് ക്ലെയിംസ് അറ്റ് ദ എൻഡ് ലെസ് ചെയ്യണം എന്നുള്ളതാണ് ഉൾട്ടയായിട്ട്. പൊതുവെ ക്ലെയിംസ് അറ്റ് ദ ബിഗിനിങ് ലെസ് ചെയ്യും, ക്ലെയിംസ് അറ്റ് ദ എൻഡ് ആഡ് ചെയ്യും. അത് ഡയറക്റ്റ് ബിസിനസ് ആണെങ്കിൽ. റീ ഇൻഷുറൻസ് ആണെങ്കിൽ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നമ്മൾ ചെയ്യും, അത്രേ ഉള്ളൂ. ഇത് കൂടാതെ സർവേയേഴ്സ് ഫീസ് ഉണ്ട്, ലീഗൽ എക്സ്പെൻസുകൾ ഉണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യണം, ഇതെല്ലാം എന്തായാലും എക്സ്പെൻസ് കൊടുത്തേ പറ്റൂ ഡയറക്റ്റ് ബിസിനസ്. അപ്പൊ നമുക്ക് ഉണ്ടാവുന്ന ചെലവുകൾ എന്താണോ നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്ന് നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് ലിസൺ ഹിയർ. ക്ലെയിംസ് ലെസ് റീ ഇൻഷുറൻസ് അല്ലെ. റീ ഇൻഷുറൻസ് കമ്മിയാക്കിയിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. നോർമലി നമ്മൾ അതാ ചെയ്യുക. ക്ലെയിംസ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ആഡ് ചെയ്യും, ക്ലെയിംസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ എന്ത് ചെയ്യും, മൈനസ് ചെയ്യും. പക്ഷേ റീ ഇൻഷുറൻസിന്റെ കാര്യം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നേരെ ഉൾട്ട അല്ലെ. ബിഗിനിങ് നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും, എൻഡ് നമ്മൾ എന്ത് ചെയ്യും, മൈനസ് ചെയ്യും. അത്രേ ഉള്ളൂ. ആൻഡ് എക്സ്പെൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് അതൊക്കെ മൈനസ് ചെയ്ത് കാണിക്കുക. ഇവിടെ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. സർവേയേഴ്സ് ഫീ ഇതൊക്കെ നമുക്ക് എക്സ്ട്രാ നമ്മൾ ചെയ്തേ പറ്റൂ. റീ ഇൻഷുറൻസിന്റെ കാര്യത്തിൽ സർവീസ് ഫീസ് ഒക്കെ ആഡ് ചെയ്യും, ലാസ്റ്റ് മൈനസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ക്ലിയർ ആവുണ്ടോ? ആൻഡ് ക്ലെയിംസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31st March 2023. ഡയറക്റ്റ് ബിസിനസ്, റീ ഇൻഷുറൻസ് എല്ലാം വേറെ വേറെ ചെയ്യണമെങ്കിൽ വേറെ വേറെ ചെയ്യാം, ഒരുമിച്ച് തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ക്ലിയർ ആവുണ്ടോ? മീനിങ് ഫുൾ ആയിട്ട് ചെയ്യണം എന്നുള്ളത് മാത്രമേ നമുക്കുള്ളൂ. അങ്ങനെ ചെയ്യുന്ന കിട്ടുമ്പോൾ ഈ 784 എന്നുള്ള എമൗണ്ട് ആണ് ഇവർ എന്ത് ചെയ്തിരിക്കുന്നത്, 784 എന്ന് പറഞ്ഞിട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ കാണിച്ചിരിക്കുന്നത്. അതേപോലെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ അവർ എന്താ ചെയ്തിരിക്കുന്നത് നോക്കാം. അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ കിട്ടിയിരിക്കുന്ന
752 കണ്ടോ? അതാണ് ഈ 752 എന്ന് പറഞ്ഞിട്ട് ഇവര് ഈ സംഭവം കാണിച്ചിരിക്കുന്നത്. എല്ലാം കൂടി ആഡ് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് ക്ലെയിം ആയിട്ട് കിട്ടുന്ന എമൗണ്ട് 51,88,000 ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് ചെയ്യുന്നതിനാണ് 7 മാർക്ക്. ക്ലിയർ ആവുണ്ടോ? ആൻഡ് അടുത്തത് വേഗം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത കാര്യത്തിലോട്ട് പോവാം. നോക്കിക്കോളൂ. The total stock of A Limited as on 31/3/2023 was ₹5 lakh, of which stock amounting to ₹31 lakh were not ascertained as per Indian Accounting Standard 2. നമ്മൾ Ind AS 2 പ്രകാരമാണ് വാല്യൂഷൻ ഓഫ് ഇൻവെന്ററി പഠിച്ചത്. വാല്യൂഷൻ ഓഫ് ഇൻവെന്ററി പഠിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ ഓർമ്മ വരേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെന്ററി ഷുഡ് ബി വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ വിച്ച് എവർ ഇസ് ലോവർ. അതറിയാലോ അല്ലെ നിങ്ങൾക്ക് എന്നാണ് വിശ്വാസം. അപ്പൊ ഇവിടെ എന്താ നോക്കാം, 3 തരം പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. ഈസി 7 മാർക്സ്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ 10,000, 5,000, 12,000. പ്രൊഡക്ഷൻ എക്സ്പെൻസ് ഇൻകേർഡ്, അത് അപ്പൊ അതിന്റെ കൂടെ കൂട്ടണം, ഇൻക്ലൂഡ് ചെയ്യണം. ഇറ്റ് ഷുഡ് ബി ഇൻക്ലൂസീവ്. അപ്പൊ 10,000 plus 2,000 12,000 ആണ് വരിക. പിയുടെ കാര്യത്തില് 12,000 വരും. എസിന്റെ കാര്യത്തില് വേറെ പ്രൊഡക്ഷൻ എക്സ്പെൻസ് ഇല്ല, 5,000 തന്നെ എടുക്കാം. ആൻഡ് 12,000 plus 3,000 15,000 എടുക്കാം. ഇത് വെച്ച് വേണം കമ്പയർ ചെയ്യാൻ. പിന്നെ ഇവിടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് തന്നിട്ടുണ്ട്. അത് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് സെല് ചെയ്യുമ്പോൾ വരുന്ന ചെലവല്ലേ. നമ്മള് ക്ലോസിംഗ് ഇൻവെന്ററിനെ കാണിക്കേണ്ടത് കോസ്റ്റ് ഓഫ് പർച്ചേസ് അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ വിച്ച് എവർ ഇസ് ലോവർ, അതിലാണ് കാണിക്കേണ്ടത്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. എസ്റ്റിമേറ്റഡ് നെറ്റ് റിയലൈസബിൾ വാല്യൂനെയാണ് ഇവിടെ പറയുന്നത്, വിച്ച് ഇസ് ലൈക്ക് 15,000, 4,500, 18,000. അപ്പൊ 12,000 or 15,000 വിച്ച് എവർ ഇസ് ലോവർ 12,000, 5,000 or 4,500 വിച്ച് എവർ ഇസ് ലോവർ 4,500, 15,000 or 18,000 വിച്ച് എവർ ഇസ് ലോവർ 15,000. ഗ്രാജുവലി ഇതെല്ലാം ആഡ് ചെയ്താൽ നമുക്ക് ഒരു ആൻസർ കിട്ടും, ആൻഡ് ദാറ്റ് ഇസ് 31,000. So as per Ind AS 2 we will be getting the valuation of inventory as ₹31,000. Hope it is clear to you. അപ്പോ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന്റെ ഭാഗം മാത്രമേ ഞാൻ കവർ ചെയ്തിട്ടുള്ളൂ. ഇത് കവർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിണ്ടാവും, ഓൾറെഡി ചെയ്ത് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇതുപോലെ വരത്തുള്ളൂ എന്ന് ഞാൻ വൗച്ച് ചെയ്യുന്നില്ല. പക്ഷെ എങ്ങനത്തെ പ്രോബ്ലം വന്നാലും നമുക്ക് ചെയ്യാൻ അറിയണം. അതിന് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ബേസിക്സ് ആയിട്ടുള്ള ഫോർമാറ്റുകൾ തെറ്റിക്കരുത്. ഓക്കെ, പ്രൊവിഷൻസും കാര്യങ്ങളും അതിന്റെ റേറ്റുകളും കാര്യങ്ങളും എല്ലാം മൈൻഡിൽ ഏറ്റിട്ട് പോവുക. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ് 50 ആൻഡ് ഓഡിറ്റിംഗ് 50, ബാക്കി നിങ്ങളുടെ കയ്യിൽ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.